ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ശോഭനാമ്മ ഇപ്പോൾ സമൃദ്ധയ്ക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. മോള് കഴിക്കും, പണ്ട് ഇത് എത്ര തവണ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ അർച്ചനോട് പറയുകയാണ് ശോഭനാമ്മ. അടുത്തത് തന്നെ ഗോകുലും ശിശിരയും ഇരിക്കുന്നുണ്ട്. അർച്ചന അതെടുത്ത് കഴിക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്തോ എനിക്കിതിനങ്ങോട്ടൊരു രുചി തോന്നുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ, ഇത് ഒരുപാട് നാളായില്ല ഇവിടെ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് മോൾക്ക് തോന്നുന്നതായിരിക്കും എന്ന് ശോഭന പറയുന്നു. ഇഷ്ടമായില്ലെങ്കിൽ കഴിക്കണ്ട എന്ന് ഗോകുൽ പറയുന്നുണ്ട്. അവൾക്കൊരു ഇഷ്ടക്കേടുമില്ല, നീ അവളുടെ മനസ്സ് മടുപ്പിക്കാതിരുന്നാൽ മതി എന്ന് ശോഭനാമ്മ ഇങ്ങനെ പറയുന്നു. സമൃദ്ധിയുടെ മുഖം കണ്ടിട്ട് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് എനിക്കും തോന്നുന്നത് എന്ന് ശിശിരയും പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവം തനിക്ക് അറിയില്ലേ, അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും, തനിക്ക് ഇഷ്ടമുള്ളത് താൻ കഴിച്ചാൽ മതി. അത് കേട്ടുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇത് കഴിക്കാൻ തോന്നുന്നില്ല, ഞാൻ പിന്നീട് വേറെ എന്തെങ്കിലും കഴിച്ചോളാം എന്ന് പറയുന്നു. ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട്, ഞാനെങ്കിൽ പോയി മോൾക്ക് ദോശ ചുട്ടുകൊണ്ട് വരാം, മോൾ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, എനിക്കിത് തന്നെ മതി എന്ന് പറയുന്നു. അങ്ങനെ അർച്ചന അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം ഗോകുൽ ഇപ്പോൾ ശോഭനയോട് പറയുന്നുണ്ട്, എന്താ അമ്മ കാണിക്കുന്നത്, ആവശ്യമില്ലാത്തവരെ നിർബന്ധിക്കുന്നത് എന്തിനാ, എല്ലാവർക്കും കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ പോരെ അമ്മയ്ക്ക്. ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട്, അത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നോ, അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നു. അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നത്, അത് ശിശിരയ്ക്ക് അല്ല സമൃദ്ധയ്ക്കല്ലേ എന്ന് ശിശിര ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ അർച്ചന അവിടേക്ക് വരികയാണ്. അർച്ചന ഇത് കേൾക്കുന്നു. അപ്പോൾ അവരുടെ മുഖം അങ്ങ് വല്ലാതാവുകയാണ്. അതെ, ഇന്ന് മോളെ സ്കൂൾ ബസ്സിൽ വിട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷയം മാറ്റി വിടുകയാണ് ഗൂഗിൾ. എനിക്കൊരു എമർജൻസി മീറ്റിങ്ങുമുണ്ട് എന്നിങ്ങനെ ഗൂഗിൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്നാൽ ഞാൻ മോളെ സ്കൂളിൽ വിട്ടോളാം. അത് വേണോ എന്ന് ശിശിര ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ഗൂഗിളും ചോദിക്കുന്നു. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ ശിശിര പറയുന്നു. എനിക്കെന്തായാലും രാവിലത്തെ മീറ്റിംഗ് മാറ്റിവെക്കാൻ കഴിയില്ല, താൻ വിട്ടാൽ മതി എന്ന് ഗൂഗിൾ അർച്ചനയോട് പറയുന്നു. പിന്നെ ഇടയ്ക്കിതുപോലെ പുറത്തു പോകുന്നതൊക്കെ നല്ലതാണ്, വൈകുന്നേരം ഞാൻ മോളെ പിക്ക് ചെയ്തോളാം എന്നും ഗൂഗിൾ പറയുന്നുണ്ട്. ഞാനെങ്കിൽ പോയി മോളെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചനയും അവിടെ നിന്ന് പോകുന്നു. ഇനിയെങ്കിലും അമ്മ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്, ഒരാളെ എത്ര നിർബന്ധിച്ചാലും മറ്റൊരാളാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോകുൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അമ്മയ്ക്കിപ്പോൾ വയറ് നിറഞ്ഞില്ലേ, സമൃദ്ധയ്ക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും, അതൊക്കെ ഇവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ശിശിര ഇങ്ങനെ ശോഭനയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ സമൃദ്ധയുടെ ഇഷ്ടത്തിന് കുറച്ച് കറി ഉണ്ടാക്കി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നീ ചോദിച്ചതോ, അതവൾ കേട്ടിരുന്നെങ്കിലോ, എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ വല്ലതും ഇവിടെ നടന്നേനെ. ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടുമൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഇപ്പോൾ ശോഭന ശിശിരയോട് പറയുകയാണ്. ഉടനെ ശിശിര ചോദിക്കുന്നുണ്ട്, ബോധമില്ലാത്തവളാ ഗൗരിമോളെ കൊണ്ട് പുറത്തു പോകുന്നത്, സൂക്ഷിച്ചാൽ മതി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശിശിര അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് അവന്തികയുടെ ഡ്രൈവർ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്തിക വരുന്നു എന്ന് പറഞ്ഞപ്പോഴും ജെനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എന്താ ജെനി എന്ന് ഡ്രൈവർ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര കൃത്യമായി ചെയ്താലും മാഡം എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും എന്നൊക്കെ ഡ്രൈവറോട് പറയുകയാണ് ജെനി. ആ സമയം ഇപ്പോൾ മൂർത്തി അവിടേക്ക് എത്തുന്നുണ്ട്. എന്താ ജെനി, എല്ലാം ഓക്കെ അല്ലേ എന്ന് മൂർത്തി ജെനിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ മേഡത്തിന് അത്ര ഓക്കെ അല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ ഏട്ടനും അനിയത്തിയും ഒന്നുമില്ല, ബോസും സബോർഡിനേഴ്സും മാത്രമേ ഉള്ളൂ. കോൾ മീ മൂർത്തി സാർ. അവന്തിക മേഡത്തിൻ്റെ മൂന്നാം കണ്ണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ CCTV വർക്ക് ചെയ്യുന്നില്ലെന്ന് കേട്ടു. വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും മേഡത്തിൻ്റെ മൂന്നാം കണ്ണ് ഇവിടെ തന്നെ ഉണ്ടാകും, നിങ്ങളെല്ലാം ചുറ്റിപ്പറ്റി ഉണ്ടാകും എന്നൊക്കെ മൂർത്തി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ജെനി ചോദിക്കുന്നുണ്ട്, അതിന് ഞങ്ങളെന്ത് ചെയ്തെന്നാ, വിചാരണ ചെയ്യേണ്ടതും വിധിക്കേണ്ടതുമൊന്നും ഞാനല്ല, അതുകൊണ്ട് ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മൂർത്തി ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ്. ശേഷം കാണിക്കുന്ന അനഘയാണ്. അനഘ ഇപ്പോൾ ആ ഓർഫനേജിൽ എത്തിയിരിക്കുകയാണ്. അനഘ ആ ഓർഫനേജിൽ എത്തിയപ്പോൾ അവിടെ ഭിത്തിയിലൊരു ചിത്രം കാണുന്നു. അത് നോക്കി ഇങ്ങനെ ഒരു ടെൻഷനോടെ നിൽക്കുകയാണ് അനഘ. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി വന്ന് ചോദിക്കുന്നുണ്ട്, അനഘയോട് ചോദിക്കുന്നുണ്ട്, സ്വാമിജിയെ മുന്നേ പരിചയമുണ്ടോ എന്ന്. എന്നിട്ടിപ്പോൾ സ്വാമിജിയെ വിളിക്കാനായി ആ ചേച്ചി അകത്തേക്ക് പോകുമ്പോൾ വളരെയധികം ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ് അനഘ. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ അവന്തികയാണ്. അവന്തികയെ കണ്ടപാടെ ജെനിയും ആ ഡ്രൈവറും വളരെ ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ്. ജെനി, നിൻ്റെ പപ്പയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നീ എന്നോട് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു, അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരുന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ യെസ് മാഡം എന്ന് ജെനി പറയുന്നുണ്ട്. അവന്തിക ഈ ചോദിക്കുന്നതൊക്കെ ചിപ്പി മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പപ്പയ്ക്കും അമ്മയ്ക്കും മാത്രമല്ല, നിൻ്റെയൊക്കെ കുഞ്ഞമ്മയ്ക്കും
കൊച്ചച്ഛനും വരെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് തള്ളി തരാറുണ്ട്, കണക്കൊന്നും നോക്കാതെ. നിനക്ക് മാത്രമല്ല ഈ നിൽക്കുന്ന പോങ്ങനും. ആണോ അല്ലയോ എന്ന് അവന്തിക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് ജെനി പറയുന്നുണ്ട്. പിന്നെ എന്തിനാടി നീ എൻ്റെ കുഞ്ഞിനെ അവരുടെ കൂടെ പറഞ്ഞു വിടുന്നത്? അതിനു വേണ്ടിയിട്ടാണോ ഞാൻ നിങ്ങളെ തീറ്റിപ്പോറ്റുന്നത് എന്നൊക്കെ അവന്തിക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മേഡത്തിനെ സംബന്ധിച്ച് പുഴുത്തു നാറിയ ഒരു പട്ടിയാണ് ആ ടാക്സി ഡ്രൈവർ സച്ചിദാനന്ദൻ. സൗകര്യത്തിന് കിട്ടിയാൽ അടിച്ചു കൊന്നു കുഴിച്ചിടേണ്ട ഇനമാ എന്നൊക്കെ മൂർത്തി ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം ചിപ്പിമോൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുന്നിലേക്കാണ് നിങ്ങൾ ചിപ്പിമോളെ എഴുന്നള്ളിച്ചു കൊണ്ട് പോയത് എന്ന് പറഞ്ഞ് ഇപ്പോൾ അവന്തിക ജെനിയെ അടിക്കാനായിട്ട് കൈ പൊക്കുകയാണ്. എന്നിട്ട് അടിക്കാതെ കൈ അങ്ങ് താഴ്ത്തിയിടുന്നു. അടിച്ചടിച്ച് എനിക്ക് നാണമായി തുടങ്ങി, നീയൊന്നും നേരെ ആകുന്നില്ലല്ലോ എന്നിങ്ങനെ അവന്തിക ജെനിയോടൊക്കെ പറയുന്നുണ്ട്. ഉടനെ മൂർത്തിയും പറയുന്നു, ഈ ലോകത്ത് മേഡം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സച്ചിയെയും അവൻ്റെ ഭാര്യയുമാണ്. അതൊക്കെ പലതവണ നിന്നെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ ജെനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ എനിക്ക് പകരമാണ് നീ. ചിപ്പിമോളുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്ത് വേണമെങ്കിലും സാധിച്ചു കൊടുക്കാം. പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇനി അമ്പിളിമാവനെ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ അതും നിനക്ക് ചെയ്യാം. പക്ഷേ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമേ അവൾ കാണാവൂ. ഞാൻ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവൾ കേൾക്കാവൂ എന്നൊക്കെ അവന്തിക്ക് ഇങ്ങനെ ജെനിയോട് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി എന്ന് ജെനിയും പറയുന്നു. നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഒരു സാധാരണ കുട്ടിയല്ല ചിപ്പി, ഒരു സാധാരണ അമ്മയല്ല ഞാൻ, അതുകൊണ്ടാ എന്നിങ്ങനെ അത്രയും പറഞ്ഞിട്ട് അവന്തിക മിണ്ടാതെ പറഞ്ഞതവിടെ നിർത്തിയിട്ട് പിന്നെ പറയുന്നു, ഇനി ഒരൊറ്റ തവണ കൂടി ഇത് ആവർത്തിച്ചാൽ നീയൊക്കെ ഇനി ഇവിടെ ഉണ്ടാകില്ല. അത് ഈ വീട്ടിലെന്നല്ല, ഈ ഭൂമുഖത്ത് തന്നെ. എന്നിട്ടിപ്പോൾ അവരെ പറഞ്ഞു വിടുകയാണ് അവന്തിക. അങ്ങനെ മൂർത്തിയെയും പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അവന്തിക ഇങ്ങനെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കുന്നു. എല്ലാം പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചിപ്പി അവിടെ നിൽക്കുന്നത് കാണുന്നത്. മോളിക്ക് വന്നേ, അമ്മ ദുബായിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് അറിയാമോ, വാ എന്ന് പറഞ്ഞ് അവന്തിക ചിപ്പി വിളിക്കുന്നുണ്ട്. എന്നാൽ ചിപ്പി ഒന്നും മിണ്ടാതെ തന്നെ തിരിച്ചു പോവുകയാണ്. ശേഷം കാണിക്കുന്നത് അനഘ ഇപ്പോൾ ആ ഓർഫനേജിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് ചെല്ലാൻ അവിടെ നിൽക്കുന്ന ആ സ്ത്രീ പറയുന്നു. അങ്ങനെ അനഘ സ്വാമിജിയുടെ മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ്. സ്വാമിജി എന്നാൽ ആ മുറിയിലില്ല. അവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ ഭിത്തിയിലേക്കൊക്കെ ഇങ്ങനെ അനഘ നോക്കുന്ന ആ സമയത്ത് സ്വാമിജി ഇപ്പോൾ അവിടേക്ക് വന്നു. ആരാ കുട്ടി എന്ന് അദ്ദേഹം ഇങ്ങനെ അനഘയോട് ചോദിക്കുന്നുണ്ട്. ഭദ്രാനന്ദ സ്വാമിജി എന്നിങ്ങനെ അനഘ ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നെ കാണാനാണോ വന്നത് എന്ന് സ്വാമിജി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ എന്ന് അനഘ പറയുന്നു. സാധാരണ ആളുകൾ ഇവിടെ വരുന്നത് ഓർഫനേജിനെ എന്തെങ്കിലും സഹായം ചെയ്യാനാണ്. പക്ഷേ കുട്ടി വന്നത് അതിനല്ല, ശരിയല്ലേ? മനസ്സിലുള്ള ആകാംക്ഷയുടെ സൂചനകളെല്ലാം ഈ മുഖത്തുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ എന്നിങ്ങനെ അനഘയോട് സ്വാമിജി പറയുന്നുണ്ട്. സ്വാമിജി, എൻ്റെ പേര് അനഘ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ നിന്നൊരു കുഞ്ഞിനെ ദത്തെടുത്തിരുന്നു എന്നിങ്ങനെ അനഘ പറയുമ്പോൾ, വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയൂ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണ് ദത്തെടുത്തത്. ആ കുഞ്ഞിനെക്കുറിച്ച് എനിക്കറിയണം എന്നിങ്ങനെ അനഘ പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ വ്യക്തമായി പാലിക്കുന്ന ചില നിയമങ്ങളൊക്കെയുണ്ട്. ഞങ്ങളെല്ലാവരും ആ നിയമങ്ങൾ പാലിക്കാറുമുണ്ട്. അതനുസരിച്ച് ആ ദത്തെടുത്ത ആളിനെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഒരു വിവരവും ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ സ്വാമിജി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് ഇവിടെ അന്വേഷിക്കാൻ വന്നത്. എനിക്കറിയേണ്ടത് ആ കുഞ്ഞിനെക്കുറിച്ചാണ്. എനിക്കറിയേണ്ടത് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെക്കുറിച്ചാണ്. ആരാണ് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്കിയത് എന്നൊക്കെ അനഘ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഒന്നും തന്നെ പറയുന്നില്ല, പറയാൻ മടി കാണിക്കുകയാണ്. അനഘ ഇപ്പോൾ അവന്തികയുടെ ഫോട്ടോ സ്വാമിജിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ കണ്ട് സ്വാമിജി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവരാണോ ആ കുഞ്ഞിനെ ദത്തെടുത്തത് എന്ന് അനഘ ചോദിക്കുന്നു. ഇവരെ സ്വാമിജിക്ക് പരിചയമില്ലെന്ന് പറയരുത് എന്നൊക്കെ അനഘ ഇങ്ങനെ പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, ഒരിക്കലുമില്ല. ഈ അനാഥാലയത്തിന് സഹായം ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നല്ല ബന്ധമാണെന്ന് സ്വാമിജി പറയുന്നു. ഇവരിവിടെ നിന്നും ദത്തെടുത്ത കുഞ്ഞിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ അനഘ പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ആരോടും പറയേണ്ട ബാധ്യത എനിക്കില്ല. അത് അവരുടെ സ്വകാര്യതയല്ലേ, അത് ഞങ്ങളുടെ ഒരു മര്യാദയാണ്. ഞങ്ങളിത് ആരോടും പറയില്ല എന്നൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും അനഘയോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അനഘ അദ്ദേഹത്തോട് വളരെ നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്, ഈ പ്രധാനപ്പെട്ട കാര്യം അറിയാനാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ആ സ്ത്രീ ഇപ്പോൾ സ്വാമിജിക്കും അനഘയ്ക്കും ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്.
ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാമെന്ന് സ്വാമിജി പറയുന്നുണ്ട്. നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവർ ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ദത്തെടുത്തത്. അവർ ഇവിടെ വന്ന് കുഞ്ഞിനെ ദത്തെടുത്തത് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള അമിതമായ ഒരു ആഗ്രഹം കൊണ്ടാണെന്ന് സ്വാമിജിക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ അനഘ ചോദിക്കുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനഘ ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ ഇവരെ സ്വാമിജിക്ക് അറിയില്ല, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ആരെയും മുൻകൂറായി വിധിക്കാൻ പാടില്ല. അടുത്ത കാലത്ത് ഇവരിവിടെ വന്നിരുന്നു. ഈ ഓർഫനേജിന് വേണ്ടി ഏറ്റവും കൂടുതൽ ധനസഹായം ചെയ്യുന്ന ഒരാളാണിവർ. ഇവരെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ലെന്ന് സ്വാമി പറയുകയാണ്. സ്വാമിജി, ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അനഘ വീണ്ടും ചോദിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മതി, ഇനി ഒരു കാര്യവും എനിക്ക് നിങ്ങളോട് പറയാൻ സാധ്യമല്ല, പൊയ്ക്കോളൂ. ഇത്രയും പറഞ്ഞ് സ്വാമിജി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അനഘ ഇങ്ങനെ വളരെയധികം വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.